ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു വാർത്തയാണല്ലോ സന്ദീപ് വാര്യരുടെ വിഷയം. സന്ദീപ് വാര്യരുടെ ഇതുവരെ ഉണ്ടായിരുന്ന എഫേർട്ടും ടൈമും അദ്ദേഹത്തിന്റെ ആശയവും എല്ലാം ചാനൽ ചർച്ചകളിലൂടെ BJP പിഴിഞ്ഞു മുക്കിയെടുത്തിട്ട് ഒടുവിൽ ചണ്ടിയായ സന്ദീപ് വാര്യർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയില്ല, അദ്ദേഹം അർഹിക്കുന്ന ഒരു തരത്തിലുള്ള പദവിയും നൽകിയില്ല, ബഹുമാനം നൽകിയില്ല, അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി. ഒരു ഫോൺ കോളിന് വേണ്ടി ദാഹിച്ചിരുന്ന സന്ദീപ് വാര്യരോട് എന്തിനാണ് ഇതുവരെ അദ്ദേഹം ഏത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോ ആ സംഘടന എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അപമാനിച്ചത്? ആ ഗ്രൂപ്പ് വൈരത്തിൽ മനം നൊന്ത സന്ദീപ് വാര്യർ നെഞ്ചിലിടിച്ച് നിലവിളിക്കാനല്ല നിന്നത്, പുതിയൊരു പാർട്ടിയിലേക്ക് കളം മാറ്റി ചവിട്ടാനാണ്. ഇത് വ്യക്തി താല്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണോ ഇവരുടെ രാഷ്ട്രീയ താല്പര്യം? ഒരു വ്യക്തിയോട് എന്തെങ്കിലും തരത്തിലൊരു അനിഷ്ടം തോന്നിയാൽ ഉടനെ നമ്മളുടെ ആശയം തന്നെ അങ്ങ് മാറിക്കളയുമോ? മുമ്പ് ഒരു യുക്തിവാദി പ്രവർത്തകൻ ഉണ്ടായിരുന്നു. യുക്തിവാദികളിൽ നിന്നും കിട്ടാവുന്നതിന്റെ പരമാവധി ഊറ്റിയെടുത്തു. മറ്റൊരു ആഗ്നസ്റ്റിക് ആയിട്ടുള്ള ഒരു മാഷ് ഇവൻ ചെയ്ത എന്തോ കൊള്ളരുതായ്മയെ കുറിച്ച് വിളിച്ചു പറഞ്ഞതിന്റെ അമർഷത്തിൽ കക്ഷി ചെന്ന് ഇസ്ലാം മതം പുൽകി വീണ്ടും അവിടെ നിന്നും ഇനിയും കിട്ടും. അതുപോലെ ഇതൊരു വ്യക്തി താല്പര്യത്തിന് വേണ്ടിയാണോ ഇവരൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് വരുന്നത്? സമവായമല്ല പരിഹാരമാണ് എനിക്ക് വേണ്ടത് എന്നും ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു, അതിന്റെ സമയം കഴിഞ്ഞെന്നും ഞാൻ മുറിവേറ്റ വ്യക്തിയാണെന്നും ആ മുറിവിനകത്ത് ഇനിയും നിങ്ങൾ മുളക് തേക്കരുതെന്നും ആ ഒരു മനസ്സുമായി വേദനിച്ചാണ് ഞാൻ ഇതുവരെ കഴിഞ്ഞു പോയതെന്നും സന്ദീപ് വാര്യർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സ് തുറന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. തനിക്ക് ഒരുപാട് അപമാനങ്ങൾ നേരിട്ടെന്നും ആത്മാഭിമാനത്തിന് ഭംഗമേറ്റെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഫോൺ കോളിൽ മാത്രം എന്റെ വേദനയും എന്റെ പരിഭവവും പരിഹരിക്കാമായിരുന്നു. ആ പ്രശ്നം വഷളാക്കി മാറ്റിയ ആളുകളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വന്നു ഈ പാർട്ടിയിൽ നിന്നും. ഈ പാർട്ടി നടപടിയെ ഒന്നും തനിക്ക് ഭയമില്ലെന്നും ഒരു തരത്തിലും ഞാൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് സന്ദീപ് വാര്യർ തുറന്നു പറഞ്ഞത്. സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന K. സുരേന്ദ്രനോടുള്ള ഈർഷ്യ, അദ്ദേഹത്തോടുള്ള ആ ഒരു അമർഷവും മറച്ചു വെച്ചില്ല, തുറന്നു പറഞ്ഞു. പാലക്കാട്ട് പ്രചരണത്തിൽ സജീവമാകണമെന്ന് ആവശ്യപ്പെട്ടതിനപ്പുറം പരാതികൾക്ക് പരിഹാരം കാണാൻ അവരാരും തയ്യാറായില്ല. അത് സന്ദീപിനെ സ്വാഭാവികമായിട്ടും വേദനിപ്പിച്ചു. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും തയ്യാറായില്ല. നമ്മുടെ നവീൻ ബാബുവിന്റെ വിഷയം പോലെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും അസ്വാരസ്യങ്ങൾ ഒരു പാർട്ടി കുടുംബത്തിനകത്തുണ്ടാകുമ്പോൾ അത് പരിഹരിക്കണം. നേതൃത്വം ചെയ്യേണ്ടതും അത് തന്നെയാണ്. അല്ലാതെ ഒരാൾ പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകളെ ഭിന്നിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം അതിനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് നായകനായിരുന്ന അർജുന രണതുംഗയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം അദ്ദേഹം തുറന്നു പറഞ്ഞത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ ഓസ്ട്രേലിയയിൽ ഒരു മാച്ചിൽ കളിക്കുന്ന സമയത്ത് തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ നോ ബോൾ വിളിക്കുന്ന സ്ഥിതി ഉണ്ടായി. വർണ്ണവരയുടെ ഭാഗമായിരുന്നു അത്. അർജുന രണതുംഗ എന്ന ക്യാപ്റ്റൻ അപ്പോൾ കാണിച്ച ഒരു മാതൃകയുണ്ട്. എല്ലാ കളിക്കാരെയും വിളിച്ച് കളി നിർത്തി പുറത്തേക്ക് പോകുകയാണ് അദ്ദേഹം ചെയ്തത്. സ്വന്തം കരിയർ പോലും അപകടത്തിലായി ആജീവനാന്ത വിലക്ക് പോലും വരാവുന്ന തീരുമാനമായിട്ടും അദ്ദേഹം അത് ചെയ്തു. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഈ നേതൃഗുണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പലരിൽ നിന്നും ഉണ്ടായില്ല എന്ന് സന്ദീപ്. സഹപ്രവർത്തകന്റെ വിഷമഘട്ടത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത്. ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രകോപിപ്പിക്കരുത്. ഈ നിലപാടാണ് സന്ദീപ് തുറന്നു പറയുന്നത്. K. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയ നാള് മുതലാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ അവഗണിക്കപ്പെടാൻ തുടങ്ങിയത്. ചാനൽ ചർച്ചകളിൽ സജീവമായതോടെ സന്ദീപ് വാര്യർ ജനകീയനായി. സന്ദീപിന്റെ ജനകീയതയിൽ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് അസഹിഷ്ണുതയുണ്ടായി. ആൾ അത്രയ്ക്ക് വളരേണ്ടതില്ല എന്ന തീരുമാനം വന്നതോടെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് സന്ദീപ് സുരേന്ദ്രൻ മുൻകൈ എടുത്തിട്ടാണ് സന്ദീപിനെ BJPയിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് എന്ന് സുരേന്ദ്രൻ അവകാശപ്പെട്ടു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ തുറന്നു പറയുന്നത്. പാലക്കാട് NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചത് വലിയ ഷോക്കായി. 3 ദിവസമാണ് വിഷമിച്ച് വീട്ടിലിരുന്നത്. ഇതേക്കുറിച്ച് സന്ദീപ് കുറിച്ചത്
കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടാത്തതിന് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയി എന്നായിരുന്നു വാർത്ത വന്നത്. അങ്ങനെ വേദിയിൽ ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പിണങ്ങിപ്പോകുന്നവനല്ല ഞാനെന്ന് എന്നെ സ്നേഹിക്കുന്ന എന്നെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നും കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു എളിയ BJP പ്രവർത്തകൻ മാത്രമാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എനിക്ക് ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, അത് സത്യമാണ്. അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമാണ്. അത് കേവലം ഒരു പാർട്ടിയിൽ സംഭവിച്ച അപമാനം മാത്രമായിരുന്നില്ല, ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. അതൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് 3 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഗോവിന്ദ വാര്യരുടെയും ചെത്തലൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന രുക്മിണി ടീച്ചറുടെയും മകൻ ആത്മാഭിമാനം പണയം വയ്ക്കാൻ കഴിയില്ല, സോറി ടു സേ ദാറ്റ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. പാലക്കാട്ടെ BJPയിൽ സന്ദീപിന് നിരന്തര അവഗണന നേരിട്ടു. അപമാനിതനായതിനാൽ പാലക്കാട്ട് പ്രചാരണത്തിന് ഇറങ്ങുന്നില്ലെന്നും ശ്രീ കൃഷ്ണകുമാർ സ്ഥിരം സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ ഈ ഒഴിവാക്കലുകൾ ഉൾപ്പെടെ ഒരുപാട് പരിപാടികളിൽ നിന്ന് തന്നെ മുൻനിർത്തേണ്ടുന്ന പരിപാടികളിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തി. പ്രധാനമന്ത്രിയോ മറ്റ് കേന്ദ്രമന്ത്രിമാരോ വരുന്ന പരിപാടികൾ തന്നെ അറിയിച്ചില്ല. അഖിലേന്ത്യാ പ്രസിഡന്റ് വന്ന പരിപാടിയും എന്നെ അറിയിച്ചില്ല എന്നും വാര്യർ പറഞ്ഞു. ജില്ലയുടെ പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഇടം നൽകിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ നേരിട്ട വിഷമം പാർട്ടിയിലെ മുതിർന്ന ആളുകളെ അറിയിച്ചു. അവരെ വരും ആശ്വസിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചുണ്ടായില്ല. കൃഷ്ണകുമാറിനേക്കാൾ പ്രായം കുറഞ്ഞയാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സാമീപ്യം ആഗ്രഹിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇനി ഓടിയെത്തണമെന്നില്ല. പ്രതികരിക്കാൻ കുറെ ദിവസങ്ങളായി സമ്മർദ്ദമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മൗനം പാലിച്ചു. എന്നാൽ ഈ മൗനത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. അസത്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് പ്രതികരിച്ചത്. എന്റെ അമ്മ 5-6 വർഷം കിടപ്പിലായിരുന്നു. ആ സമയത്ത് സംഘത്തിന്റെ കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അമ്മ സ്ഥലം നൽകാൻ തയ്യാറായി. എന്നിട്ടും സംസ്ഥാനത്തെ സി കൃഷ്ണകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ വന്നില്ല. പാർട്ടിയുടേതായിട്ടൊരു റീത്ത് പോലും വെച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരളത്തിലെ BJPയിൽ നിന്ന് ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നാണ് സുരേന്ദ്രന്റെ പ്രതികരണം. ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു കുഴപ്പമില്ല, ഒരാൾ പോയാൽ അങ്ങ് പോട്ടെ. സന്ദീപിന്റെ നിലപാട് പാർട്ടിയെ ബാധിക്കില്ല. തെരഞ്ഞെടുപ്പ് സമയത്തല്ല പരാതി പറയേണ്ടത്. നാളെ മാധ്യമങ്ങൾ സന്ദീപിനെ ഉപേക്ഷിക്കുമെന്ന് സുരേന്ദ്രൻ പ്രതികരിച്ചു. അതിനിടയിൽ സന്ദീപിന് സ്വാഗതം ചെയ്ത് CPM രംഗത്ത് വന്നു. താൻ ഇത്രയും നാൾ എതിർത്ത CPMലേക്ക് പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഏതായാലും സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ള വരവ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമായി മാറിയേക്കും എന്ന് തെരഞ്ഞെടുപ്പ് 4 ദിവസം മാത്രം ബാക്കി നിൽക്കിയ ആളുകൾ പ്രതികരിക്കും. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടിക്കെതിരെ പടയൊരുക്കം നടത്തിയ സന്ദീപ് വാര്യർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നടനും സംവിധായകനുമായ മേജർ രവി. സന്ദീപിന്റെ നിലപാടുകളെ നിശിതമായി വിമർശിച്ച മേജർ രവി തെരഞ്ഞെടുപ്പ് കാലത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് തെറ്റാണ് എന്ന് പറഞ്ഞു. സന്ദീപ് കേഡർ പാർട്ടി സ്വഭാവം മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നും മേജർ രവി ചൂണ്ടിക്കാണിച്ചു. 24 ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സന്ദീപ് അഭിപ്രായം തുറന്നു പറയേണ്ടത് മറ്റൊരു ഘട്ടത്തിലായിരുന്നു. ഇക്കാര്യം വ്യക്തിപരമായി തന്നെ സന്ദീപിനോട് സംസാരിച്ചിരുന്നുവെന്ന് മേജർ രവി പറഞ്ഞു. സന്ദീപ് എവിടെയൊക്കെ പോയിട്ടുള്ളത് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP അംഗം കൂടിയായ മേജർ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെട്ടിരിക്കുന്ന വ്യക്തിയാണ്. സന്ദീപ് വാര്യർ ഒരിക്കലും BJP വിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകില്ല എന്നാണ് വിശ്വാസമെന്നായിരുന്നു മേജർ രവി പ്രതികരിച്ചത്. സന്ദീപിനോട് കാത്തിരിക്കാൻ താൻ ആവശ്യപ്പെട്ടെന്നും അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ സാധാരണയാണെന്നും മേജർ രവി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്രേ. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കൂട്ടാക്കാത്ത സന്ദീപ് വാര്യർ പരസ്യ പ്രതികരണം നടത്തിയതോടുകൂടിയാണ് ഇപ്പോൾ മേജർ രവിയും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ ആഞ്ഞടിച്ചു. കൃഷ്ണകുമാറും ഭാര്യയും പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം. ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും തനിക്ക് അപമാനം നേരിട്ട സംഭവത്തിൽ ഒരു നേതാവ് പോലും ആശ്വസിപ്പിക്കാൻ എത്താത്തതും സന്ദീപ് വാര്യരെ ചൂണ്ടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പാർട്ടി പ്രവേശനത്തെ പരിഹസിച്ചിരിക്കുകയാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ, VD സതീശനും കെ സുധാകരനും സന്ദീപിന്റെ കൈ മുറുകെ പിടിക്കട്ടെ എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപ് ബലിദാനികളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടി മാറ്റം മുമ്പെഴുതിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. അപ്രസക്തമായ തിരക്കഥയാണിത്. സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം BJPയെ സ്വാധീനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപിനെതിരെ പാർട്ടി നേരത്തെ തന്നെ നടപടിയെടുത്തിട്ടുണ്ട്. നടപടിയെടുക്കാൻ ഇടയായ സാഹചര്യം പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് സന്ദീപ് പറഞ്ഞു. കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിനാണ് സന്ദീപ് വാര്യരുടെ ഈ പ്രതികരണം. സ്വന്തമായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാതെ താൻ BJPയിൽ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നെന്നും സ്നേഹത്തിന്റെ കടയിൽ താൻ അംഗത്വം എടുക്കുകയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. 14 ജില്ലകളിൽ താൻ BJPക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ BJPയെ പ്രതിരോധിക്കാൻ ഭാഷയുടെ സാധ്യതകളെല്ലാം താൻ ഉപയോഗിച്ചിട്ടുണ്ട്.
താൻ കോൺഗ്രസിലെത്താൻ കാരണം കെ സുരേന്ദ്രനും കൂട്ടാളികളുമാണ്. BJPയും CPMും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കാരണമാണ് താൻ പാർട്ടി വിട്ടത്. കൊടകര കുഴൽപ്പണ കേസും കരുവന്നൂർ ബാങ്ക് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നമുക്ക് ഏത് പാർട്ടിയോട്, ഇത് മതമായിരുന്നാലും മതനിരാസമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും, നമുക്ക് ആ പാർട്ടിയോട് അതിന്റെ അടിസ്ഥാന ആശയത്തോടൊക്കെ ഒരു അനുഭാവം തോന്നിയിട്ടല്ലേ സാധാരണ പാർട്ടിയിൽ നിൽക്കുക. എനിക്ക് രാഷ്ട്രീയം അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഒരു വ്യക്തിയോടുള്ള താല്പര്യമോ താല്പര്യക്കേടോ ഒക്കെ പാർട്ടി മാറാൻ കാരണമാകുമോ? എന്തോ എനിക്കിതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. നന്ദി.